ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ വീഡിയോ. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ മലയാറ്റൂർ ജേണിയെ കുറിച്ചിട്ടാണ്. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. ഇവിടെ മഴ കുറവാണ്, പക്ഷേ നല്ല മഴയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. മലയാറ്റൂർ പോകുന്ന വഴിയെ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു മഴ പെയ്യുമോ എന്ന് ഓർത്തിട്ട്. ഭാഗ്യത്തിന് ആ ടൈമിൽ മഴയൊന്നും പെയ്തില്ല. ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. ഞങ്ങൾ പോകുന്ന വഴി മല കയറാൻ പോകുന്ന ഒരുപാട് തീർത്ഥാടകരെ കണ്ടു. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ ജംഗ്ഷൻ എത്തി. ഈ കാണുന്നതാണ് കേട്ടോ പുതിയ പള്ളി. ഈ പള്ളിയോട് ചേർന്ന് തന്നെ പഴയ പള്ളിയുണ്ട്. ഈ പുതിയ പള്ളി നിർമ്മിച്ചത് 2012 കേട്ടോ. ഞാൻ ഏതായാലും മലയൊക്കെ കയറി വന്നതിന് ശേഷം ഈ രണ്ട് പള്ളികളും വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന മലയാണ് കേട്ടോ ആ കാണുന്നത്. ഇവിടെ നിന്ന് കാണുമ്പോൾ വലിയൊരു കൗതുകം തന്നെയുണ്ട്. കാരണം ഇത്രയും വലിയ മലയാണോ എന്ന് ആലോചിച്ച് പോകും. മലയാറ്റൂർ പള്ളിയിൽ ലാസ്റ്റ് വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോഴാണ്, കുട്ടിയായിരുന്ന സമയത്താണ് വന്നത്. ലൊക്കേഷനിലെത്തിയപ്പോഴേക്കും നല്ല മഴ ഞങ്ങൾക്ക് പണി തന്നു ഗൈസ്. മഴ ഒന്ന് ചെറുതായി തോർന്നപ്പോഴേക്കും കയറാമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇനി ഒരുപാട് വൈകിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മല കയറാൻ തീരുമാനിച്ചു. മല കയറുന്ന സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 1-ാം സ്ഥലത്ത് എത്തി കേട്ടോ. മൊത്തം 14 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് മെഴുതിരി എത്തിക്കാനും പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും, അതായത് ഈ 14 സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ മെഴുതിരിയും കത്തിക്കുകയും ചെയ്തു. ആദ്യത്തെ 2 സ്ഥലം എത്തുന്നവരെയും കുറച്ച് കടുപ്പും ക്ഷീണമൊക്കെ ഉണ്ടാവും. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടായില്ല. ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകളാണ് ഇവിടെ തീർത്ഥാടനത്തിനായിട്ട് വരുന്നത്. വളരെ ഭാരമേറിയ കുരിശുകൾ ചുമന്ന് മലമുകളിൽ കയറുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ മല കയറിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കും എന്നാണ് പറയാറുള്ളത്. അങ്ങനെ അവസാനത്തെ 14-ാമത്തെ സ്ഥലം ഞങ്ങൾ കയറി. മേളില് വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ്. ഇവിടെ കുറേ കുരിശുകൾ കാണുന്നുണ്ട്. ഈ ഭാരമേറിയ കുരിശുകളൊക്കെയാണ് ഇത്രയും വിശ്വാസികൾ ചുമന്ന് കൊണ്ടുവരും. അങ്ങനെ മലമുകളിൽ എത്തിയപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയേർഡായി, വേർത്തൊലിച്ച് ഒരുമാതിരിയായി. ഇനി മല മുകളിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. തൊട്ടടുത്ത് തന്നെ സെയിൻറ്റ് മാർത്തോമയുടെ ഒരു മണ്ഡപമുണ്ട്. മലമുകളിൽ പ്രധാനമായിട്ട് 2 പള്ളികളാണുള്ളത്. ഒരു പള്ളിയുടെ പേര് ആനകുത്തിയ പള്ളി എന്നാണ്. പണ്ട് വൻകാടുകളുടെ നടുവിലായിരുന്ന ഈ പള്ളിയെ ഒരിക്കൽ ആന ആക്രമിച്ചിരുന്നു. അതിനുശേഷമാണ് ആനകുത്തിയ പള്ളി എന്ന പേര് വന്നത്. കുരിശുമുടിയിലെ മെയിൻ അട്രാക്ഷനാണ് ഈ പൊന്നിൻ കുരിശ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റലന്മാരിൽ ഒരാളായ സെയിൻറ്റ് തോമസ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ കുരിശ് വരയ്ക്കുകയും അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ആ കുരിശ് ഒരു സ്വർണ്ണക്കുരിശായി മാറും. അങ്ങനെ അവിടെ ഒരു പള്ളി പണിയും ഇവിടെ വലിയൊരു സ്വർണ്ണക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. സെയിൻറ്റ് തോമസിന്റെ ഫുട് പ്രിന്റ്സ് ഇവിടെ മറ്റൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ 2 പള്ളിയിലെ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാൻ പതിയെ സീനറിയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഫുള്ള് ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ പതിയെ മല ഇറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ മല ഇറങ്ങുന്ന സമയത്തായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ തിരക്ക് കൂടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് വരുന്നൊരു സമയം ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 7-7:30 ആയിട്ടുണ്ടാവും കേട്ടോ. മല കയറുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മല ഇറങ്ങുന്നതായിരുന്നു എനിക്ക് കുറച്ചുകൂടെ കാഠിന്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മല കയറി ഇറങ്ങി വരുന്ന തീർത്ഥാടകർക്ക് ഇവിടെ നേർച്ച ചോറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെ. സോ ഇറ്റ്സ് കമ്മിങ് ടു എൻ എൻഡ്. മലയാറ്റൂർ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക.